നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. നിങ്ങൾ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചു. മുനമ്പം ഭൂമി വഖഫ് കൈയടക്കുന്നത് നിങ്ങൾ നോക്കി നിന്നു. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. ഒടുവിൽ കേന്ദ്ര സർക്കാർ വഖഫ് നിയമമാക്കിയപ്പോൾ വീണ്ടും നിങ്ങൾ അവരെ ചതിച്ചു. മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീർ നിങ്ങൾ കണ്ടില്ല, അല്ല കണ്ടില്ലെന്ന് നടിച്ചു. മുനമ്പം ജനതയുടെ കണ്ണീരും അധ്വാനവും പ്രയത്നവും ഒന്നും കാണാത്ത കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റിനെയും ഇരട്ടത്താപ്പ് കാണിച്ച കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വഖഫ് ബോർഡ് തങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ മുനമ്പം നിവാസികൾ വർഷങ്ങളായി പോരാടിയപ്പോൾ CPM-ഉം കോൺഗ്രസും വെറും കാഴ്ചക്കാരായി തുടർന്നു. അവർ ഒന്നും ചെയ്തില്ല. പ്രശ്നം പരിഹരിക്കുന്നതിനോ ദുരിതബാധിത കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനോ ഇരു പാർട്ടികളും താല്പര്യം കാണിച്ചില്ല. താമസക്കാർ പ്രതിഷേധിച്ചപ്പോൾ രണ്ട് പാർട്ടികളും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി. ചെറിയ പരിഹാരം പോലും വാഗ്ദാനം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. വഖഫ് ബിൽ പാസ്സായി. ഇപ്പോൾ അത് രാജ്യത്തെ നിയമമാണ്. നിയമം നിലവിലുണ്ടെങ്കിലും മുനമ്പം നിവാസികളെ ഇപ്പോൾ CPM ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭരണഘടനാപരമായ സ്വത്തവകാശം നിഷേധിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ. കോൺഗ്രസിനെയും അദ്ദേഹം വെറുതെ വിട്ടില്ല. കോൺഗ്രസ് മുനമ്പം വിഷയത്തിലെടുത്ത നിലപാടിനെയും അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസിലെ സഖാക്കൾ എന്താണ് ചെയ്യുന്നത്? അവർ കള്ളം പറയുന്നു. മുനമ്പം തർക്കത്തിന് ഈ നിയമം ഒരു പരിഹാരം നൽകുന്നില്ലെന്ന് അവർ അവകാശപ്പെടുന്നു. അത് ശരിയാണെങ്കിൽ അവരുടെ സഖ്യകക്ഷിയായ IUML എന്തിനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്? ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അവകാശങ്ങളെ ഇത് ബാധിക്കുന്നില്ലെങ്കിൽ UDF-ന്റെ ഭാഗമായ IUML എന്തിനാണ് നിയമത്തെ വെല്ലുവിളിക്കുന്നത്? ഇത് വിവാദങ്ങൾ ഇളക്കിവിടാനും മനസ്സുകളെ വിഷലിപ്തമാക്കാനും ജനങ്ങൾക്കിടയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാനുമുള്ള ശ്രമമല്ലാതെ മറ്റൊന്നുമല്ല. കോൺഗ്രസിനെ വറുത്തുകോരുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഈ നിയമം മുനമ്പം നിവാസികൾക്ക് ഒരു തരത്തിലും പ്രയോജനപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം മുനമ്പം ജനങ്ങളുടെ കൂടെ ചെന്ന് തങ്ങൾ കൂടെ ഉണ്ടെന്നും പറയുകയും അതും കഴിഞ്ഞ് KCBCയെ തള്ളിപ്പറയുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നീട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കോടതിയിൽ പോയതുമെല്ലാം നിങ്ങൾ കണ്ടതാണ്. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരികയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.